Good morning and welcome to വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. തെരഞ്ഞെടുപ്പ് ഒരു യുദ്ധമാണ്. പക്ഷേ ഈ യുദ്ധത്തിലെ ആയുധം തോക്കല്ല, മറിച്ച് ബാലറ്റ് പേപ്പറാണ്. ബാലറ്റ് പേപ്പർ ആയുധമായി മാറുന്ന തെരഞ്ഞെടുപ്പ് എന്ന മഹായുദ്ധത്തിലേക്ക് നമ്മുടെ രാജ്യം സഞ്ചരിച്ചു കഴിഞ്ഞു. BJP അതിൻ്റെ ദേശീയ തലത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയ ലിസ്റ്റ് ഇന്നലെ പുറത്തേക്ക് വിട്ടു. 184 സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റാണ്. 20 സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ സ്ഥാനാർത്ഥികൾ വരുന്നത്. ആ ലിസ്റ്റാണ് പുറത്തേക്ക് വന്നത്. ആ ലിസ്റ്റിൽ കേരളത്തിലെ സ്ഥാനാർത്ഥികളുടെ പേരും പെടും. കേരളത്തിൽ BJPക്ക് 14 സീറ്റുകളാണ്. ആ 14 സീറ്റുകളിൽ 13 സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണയമാണ് ഈ 184 പേരുടെ ഇടയിലെ ലിസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ആ ദേശീയ ലിസ്റ്റിന്റെ സവിശേഷത എന്ത് കാണാം. മലയാള മനോരമ ആ വാർത്തയാണ് ഇന്ന് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത്. 184 പേരുമായി BJPയുടെ ആദ്യ പട്ടിക. മോദി വാരണാസിയിൽ തന്നെ, അദ്വാനി ലിസ്റ്റിലില്ല. ഗാന്ധിനഗറിൽ അമിത്ഷാ, അമേഠിയിൽ രാഹുലിനെതിരെ വീണ്ടും സ്മൃതി ഇറാനി. ഇതൊക്കെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പക്ഷേ ഏറ്റവും ഉന്നതമായ, ഏറ്റവും ഉയർന്ന ഹൈലൈറ്റ് അദ്വാനി ഇത്തവണ ആദ്യം ഇറങ്ങിയ ലിസ്റ്റിലില്ല. ഗാന്ധിനഗറാണ് അദ്വാനി നിരന്തരമായി മത്സരിച്ചു കൊണ്ടിരുന്ന ഗുജറാത്തിലെ മണ്ഡലം. ആ ഗാന്ധിനഗറിൽ ഇത്തവണ അമിത്ഷാ ആയിരിക്കും മത്സരിക്കുന്നത്. അമിത്ഷാ അദ്വാനിയെ മാറ്റി അമിത്ഷായെ പ്രതിഷ്ഠിക്കുമ്പോൾ പൂർണ്ണമായും നരേന്ദ്രമോദി എന്ന നേതാവ് സത്യത്തിൽ വരുത്തുന്ന മാറ്റം, പാർലമെന്ററി മര്യാദകളിൽ വിശ്വസിക്കുന്ന നേതാക്കളെ പൂർണ്ണമായും മാറ്റുന്നു. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നിന്ന് പോലും ആ അർത്ഥത്തിൽ തിരസ്കരിക്കപ്പെടുന്നു. താരതമ്യേന മെച്ചപ്പെട്ട ബോധവും ബുദ്ധിയുമുള്ള പൂർവ്വസൂരികൾ ആ പാർട്ടിയിൽ. അങ്ങനെയാണ് നമ്മളത് വായിക്കേണ്ടി വരുന്നത്. ഇപ്രകാരമാണ് ആ വാർത്ത തോമസ് ഡൊമിനിക് ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം പാർട്ടി അധ്യക്ഷൻ അമിത്ഷായെ കൂടി രംഗത്തിറക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യ സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തിറക്കി. മോദി സിറ്റിംഗ് സീറ്റായ വാരണാസിയിൽ തന്നെയാണ് മത്സരിക്കുക. മുതിർന്ന നേതാവ് LK അദ്വാനിയുടെ സിറ്റിംഗ് സീറ്റായ ഗാന്ധിനഗറിലാണ് അമിത്ഷാ ജനവിധി തേടുന്നത്. അദ്വാനിക്ക് മറ്റൊരു സീറ്റ് നൽകാൻ ഇടയില്ല. ഇതോടെ രാമജന്മഭൂമി പ്രക്ഷോഭത്തിലൂടെ BJPയെ രാജ്യത്തിൻ്റെ പ്രധാന ശക്തിയാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച അദ്വാനി രാഷ്ട്രീയ മുഖ്യധാരയ്ക്ക് പുറത്താവുകയാണ്. 91 വയസ്സാണ് അദ്ദേഹത്തിന് ഇപ്പോൾ പ്രായം. അമേഠിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ തുടർച്ചയായി 2ാം തവണയും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി തന്നെയാണ് രംഗത്തിറങ്ങുക. കേരളത്തിൽ ഈ 14ൽ 13 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി ലിസ്റ്റ് പുറപ്പെടുവിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി ആര്, അതിപ്പോഴും ഒരു സസ്പെൻസാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആദ്യഘട്ടത്തിൽ ശ്രീധരൻപിള്ളയുടെ മണ്ഡലമാണത് എന്നാണ് മലയാളികളെ BJP വിശ്വസിപ്പിച്ചത്. ശ്രീധരൻപിള്ളയുടെ പേര് അങ്ങനെ 1ാം സ്ഥാനത്ത് ആ മണ്ഡലത്തിൽ എഴുതി ചേർത്തത് ശ്രീധരൻപിള്ള തന്നെയാണ്. മറ്റാരും അതിന് തയ്യാറാകാത്തപ്പോൾ എന്നാൽ പിന്നെ ഞാൻ തന്നെ അത് ചെയ്തു കളയാം എന്ന് സംസ്ഥാന പ്രസിഡന്റ് തീരുമാനിക്കുകയും സംസ്ഥാന പ്രസിഡന്റിൻ്റെ ആരോമൽ മണ്ഡലമായി അദ്ദേഹം അതിൽ നോട്ടമിടുകയും ചെയ്തു. എന്നാൽ ദില്ലിയിലെത്തിയപ്പോൾ കാര്യങ്ങൾ മാറി. ശബരിമല വിഷയവുമായി മുന്നിൽ വന്നിരിക്കുന്ന നേതാവ് സുരേന്ദ്രനാണെന്നും അതുകൊണ്ട് സുരേന്ദ്രനാണ് ആ സീറ്റ് കൊടുക്കേണ്ടത് എന്നും അമിത്ഷാ തീരുമാനിക്കുന്നു. അങ്ങനെ അമിത്ഷായുടെ തീരുമാനത്തിൻ്റെ മുന്നിൽ നിരാശനായി മാറിയ ശ്രീധരൻപിള്ളയെയാണ് പിന്നീട് ദൃശ്യമാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്നിട്ടും എന്തേ പേര് പ്രഖ്യാപിക്കുന്നില്ല? ഉചിതമായ സമയത്താണ് ആ പേര് പറയാൻ പോകുന്നത് എന്ന് K. സുരേന്ദ്രൻ പറയുകയുണ്ടായി. തെരഞ്ഞെടുപ്പിൻ്റെ കാലമല്ലാതെ മറ്റെപ്പോഴാണ് ഉചിതമാവുക? ബാക്കി 13 പേരുടെയും പേര് പറയാമെങ്കിൽ എന്ത് ഉചിത ഭംഗി കുറവാണ്
ഈ പേര് കൂടി അങ്ങ് പറയാൻ കഴിഞ്ഞാൽ. പക്ഷേ അതൊന്നുമല്ല പ്രശ്നം. മലയാള മനോരമ തന്നെ ആ വാർത്ത തരുന്നു. പത്തനംതിട്ട മാത്രം ഒഴിച്ചിട്ട് കേരളത്തിലെ BJP സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. മിസോറാം ഗവർണർ പദവി രാജിവെച്ചെത്തിയ മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് ജനവിധി തേടും. കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം എറണാകുളത്ത് മത്സരിക്കും. ശബരിമല പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ ശ്രദ്ധ നേടുകയും BJP മികച്ച സാധ്യത കണക്ക് കൂട്ടുകയും ചെയ്ത പത്തനംതിട്ട മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാതിരുന്നത് BJPക്ക് വലിയ തിരിച്ചടിയായി. എന്തുകൊണ്ടാണ് പ്രഖ്യാപിക്കാത്തത്? മണ്ഡലത്തിലെ പ്രബല സമുദായ സംഘടനകൾ ശ്രീധരൻപിള്ളയെ പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിലാണ് അന്തിമ തീരുമാനം വൈകുന്നത് എന്ന സൂചനയുണ്ട്. ഏതാണ് ആ സമുദായ സംഘടന? അത് ഇന്നലെ ഈ പങ്ക്തിയിൽ പറഞ്ഞതുമാതിരി നായർ സമുദായ സംഘടനയാണ്. നായർ സമുദായ സംഘടനയുടെ സ്ഥാനാർത്ഥിയായാണ് മാറിയിരിക്കുന്നത് ശ്രീധരൻപിള്ള. ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ആ കാര്യത്തിൽ ചരടുവലികൾ നടക്കുന്നത്. ഏതായാലും നായർ സമുദായം ഇടഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ശ്രീധരൻപിള്ളയെ മാറ്റാൻ കഴിയാത്ത ധർമ്മസങ്കടത്തിലേക്ക് അമിത്ഷയ്ക്ക് എത്തേണ്ടി വരുന്നു. അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സവിശേഷത. അങ്ങനെ വരുമ്പം എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുക? കാത്തിരിക്കുകയാണ് അമിത്ഷാ. കാത്തിരുന്ന് കാണാം എന്ന് കരുതുന്നത് തൃശൂർ മണ്ഡലത്തിൽ തുഷാർ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാണ്. തൃശൂർ മണ്ഡലം തുഷാർ സ്വീകരിക്കും എന്ന് തുഷാർ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. തുഷാർ അങ്ങനെ പറയുമ്പോൾ ഒരു കണ്ടീഷൻ കൂടി, ഉപാധി കൂടി വെച്ചു. ഈ കാര്യത്തിൽ BDJS-ൽ ചർച്ച ചെയ്ത് മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൻ്റെ അവസാന വാക്ക് പറയാം. മത്സരിക്കുന്ന പക്ഷം, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, മത്സരിക്കുന്ന പക്ഷം തുഷാർ പരാജയപ്പെടും. മത്സരിക്കണമെങ്കിൽ SNDP-യിലെ സ്ഥാനങ്ങൾ രാജിവെച്ചു പോകേണ്ടി വരും. അങ്ങനെ വന്നാൽ പരാജയപ്പെടുമെന്ന് ഉറപ്പ്. അച്ഛൻ പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് പരാജയപ്പെടാൻ മകനെന്തിന് ഇറങ്ങിത്തിരിക്കണം? അങ്ങനെ തൃശൂർ സീറ്റ് കിട്ടുകയാണെങ്കിൽ, ആ സീറ്റ് BJPക്ക് എടുക്കാൻ കഴിയുകയാണെങ്കിൽ, അവിടെ സുരേന്ദ്രനെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നായന്മ സമുദായം പറയുന്നത് മാതിരി ശ്രീധരൻപിള്ളയെ പത്തനംതിട്ടയിൽ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. ഒത്തിരി ആണെങ്കിലാണ്, അതിൻ്റെ പിന്നിലാണ്. അതിനാണ് അമിത്ഷാ കാത്തിരിക്കുന്നത് എന്ന നിലയ്ക്കാണ് വാർത്തകൾ വന്നിട്ടുള്ളത്. നോക്കൂ, തുഷാർ തൃശ്ശൂരിൽ മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് തുഷാർ തന്നെയാണ്. പക്ഷേ തുഷാർ എങ്ങനെ തീരുമാനിക്കണമോ എന്ന് തീരുമാനിക്കുന്നത് ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശനാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്, പത്തനംതിട്ടയിൽ ആര് മത്സരിക്കണം എന്ന്. ആ അർത്ഥത്തിൽ തുഷാർ വേണ്ടെന്ന് പറഞ്ഞാലല്ലേ ഉള്ളൂ, അതങ്ങനെ പറയണമോ എന്ന് നടേശൻ തീരുമാനിക്കും. അങ്ങനെ വരുമ്പോൾ BJPയുടെ ആ കാര്യത്തിലുള്ള അന്തിമ തീരുമാനം വരുന്നത് SNDP യോഗം നേതാവ് വെള്ളാപ്പള്ളി നടേശനിൽ നിന്നാണ്. നടേശൻ തീരുമാനിക്കണമെങ്കിൽ സുകുമാരൻ നായർ തകരണം. സുകുമാരൻ നായരുടെ ഇംഗിതം നടക്കാതെ പോകണം. അത് നടക്കാതെ പോകുന്ന ഒരു സാഹചര്യത്തിലെ തീരുമാനങ്ങൾ വരൂ. നടേശൻ തീരുമാനിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഭംഗിയന്തരേണ നമ്മുടെ അമിത്ഷാജി. അതാണ് ഇപ്പോൾ കേരളത്തിലെ ഒരു മണ്ഡലത്തിലെ സീറ്റുമായി ബന്ധിപ്പിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്. NDA സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കപ്പെട്ടവരെവരാണ്. ഇവരൊക്കെയാണ് BJP കാസർഗോഡ് രവീശ തന്ത്രി കുണ്ടാർ, ഫസ്റ്റ് പേര്. കണ്ണൂർ CK പത്മനാഭൻ, വടകര VK സജീവൻ, കോഴിക്കോട് KP പ്രകാശ് ബാബു, മലപ്പുറം V ഉണ്ണികൃഷ്ണൻ, പൊന്നാനി VT രമ, പാലക്കാട് C കൃഷ്ണകുമാർ, ചാലക്കുടി AN രാധാകൃഷ്ണൻ, എറണാകുളം അൽഫോൺസ് കണ്ണന്താനം, ആലപ്പുഴ KS രാധാകൃഷ്ണൻ, കൊല്ലം സാബു വർഗീസ്, ആറ്റിങ്ങൽ ശോഭാ സുരേന്ദ്രൻ, തിരുവനന്തപുരം കുമ്മനം രാജശേഖരൻ. ഇങ്ങനെയാണ് 13 സ്ഥാനാർത്ഥികൾ വന്നിരിക്കുന്നത്. നോക്കൂ, മലയാളികൾക്ക് ഇവരെ എത്ര പേരെ തിരിച്ചറിയാം? കുമ്മനം രാജശേഖരൻ, ശോഭാ സുരേന്ദ്രൻ, അൽഫോൺസ് കണ്ണന്താനം, AN രാധാകൃഷ്ണൻ, CK പത്മനാഭൻ. ഇത്രയും ആളുകളെ മലയാളികൾക്ക് BJPക്കാരായി അറിയുകയുള്ളൂ. അതെന്തുകൊണ്ടെന്നാൽ ഇവരൊക്കെയാണ് മുമ്പ് മത്സരിക്കുകയും മറ്റ് ചാനൽ ചർച്ചകൾ വരികയും ഒക്കെ ചെയ്യുന്നത്. ആ നിലയ്ക്ക് 10 ആളുകൾ അറിയുന്നത് അവരെയൊക്കെയാണ്. എന്നിവരെ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഒരു കണക്കാണ്, വെറുതെ അങ്ങ് നിൽക്കുന്നു. മത്സരത്തിന് ഇല്ലാത്തവരാണവർ.
ഏറ്റവും രസകരമായ ഒരു കാര്യം കൊല്ലം ആണ്. കൊല്ലത്ത് സാബു വർഗീസ് ഒരു BJP നേതാവാണ്. ആരെങ്കിലും കേട്ട് കാണുമോ? ബാക്കിയുള്ളവരുടെ കാര്യം പോട്ടെ, BJPക്കാർ തന്നെ കേട്ട് കാണുമോ സാബു വർഗീസിനെ? ഒരു ക്രിസ്ത്യനാണ്. അവിടെ കൊല്ലത്ത് എവിടെയാണ് ക്രിസ്ത്യൻ വോട്ടർമാർ ധാരാളമായിട്ടുള്ളത്? അങ്ങനെ വരുമ്പോൾ കൊല്ലത്ത് ഒന്നിലധികം തവണ വന്ന് 3/4 കണ്ടി നീളമുള്ള ഒരു ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യാൻ നരേന്ദ്രമോദി തിരക്ക് കാട്ടിയ ആ ദിവസങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ NK പ്രേമചന്ദ്രനെ അകമഴിഞ്ഞ് സഹായിക്കുകയാണോ BJP എന്ന് സംശയിക്കേണ്ടി വരും. അറിയാതെ പോലും സാബു വർഗീസിന് BJPക്കാർ വോട്ട് ചെയ്തു പോകരുത് എന്ന് തീരുമാനിച്ചാണോ ഈ സ്ഥാനാർത്ഥിയെ ഇറക്കി അവിടെ വെച്ചിരിക്കുന്നത്? അദ്ദേഹം ദേശീയ നേതാവാണെന്നാണ് ഇവർ പറയുന്നത്. ദേശീയ നേതാവ്, ആരും അറിയാത്തൊരു ദേശീയ നേതാവ് സാബു, അദ്ദേഹമാണ് അവിടെ മത്സരിക്കുന്നത്. സാബു വർഗീസിനെ അങ്ങനെ മത്സരിപ്പിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാകുന്നുണ്ട്. 5 മണ്ഡലങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായല്ലോ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ. ആ കളി അരങ്ങേറും എന്ന് വ്യക്തമാക്കപ്പെടുന്നു. നമുക്കറിയാവുന്നത് മാതിരി സജീവൻ വടകരയിലും സാബു വർഗീസ് കൊല്ലത്തും ഒക്കെ എത്തുമ്പോൾ കച്ചവടം ലക്ഷ്യമിടുന്ന 5 മണ്ഡലങ്ങളെക്കുറിച്ച് കോടിയേരി പറഞ്ഞ കാര്യം, ഇന്നലെ ഈ പങ്ക്തിയിൽ സൂചിപ്പിച്ച കാര്യം വ്യക്തമാകുന്നു. കുറെ കൂടി തെളിവ് അതിന് ലഭിക്കുന്നു. കോടിയേരി പറഞ്ഞതും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ മണ്ഡലങ്ങളിൽ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥി നിർണയനവും ഈ സാമ്യം ചെയ്ത് നമുക്ക് ഇക്കാര്യങ്ങളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കത് പരിശോധിക്കാം. ദേശാഭിമാനി ഇന്നത് ചെയ്തിട്ടുണ്ട്. ആ പരിശോധനയിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ പരസ്യ ഇടവേളയിലേക്ക് പോകാം. വോട്ട് മറിച്ചു കൊടുത്ത് കച്ചവടം നടത്തുന്ന രീതി അറിയില്ലല്ലോ എനിക്ക് എന്ന് പറഞ്ഞയാളാണ് മുരളീധരൻ. താൽക്കാലിക ആവശ്യങ്ങൾക്ക് നുണകൾ പറയുന്നതിൽ വിരുദ്ധനാണ് അദ്ദേഹം. ഇങ്ങനെയാണ് നേമത്ത് പണ്ട് താമര വിരിഞ്ഞത് എന്ന് ദേശാഭിമാനി അതിൻ്റെ ആദ്യ വാർത്തയായി തരുമ്പോൾ മുരളീധരൻ അത് വായിക്കണം. എങ്ങനെയാണ് നടന്നത് എന്ന് മനസ്സിലാക്കണം. UDFന് കെട്ടിവെച്ച കാശാണ് നേമത്ത് പോയത്. ആ ഭാഗം വാർത്തയിൽ വരുന്നിരിക്കുന്നത് കാണുക. LDFിലെ വി ശിവൻകുട്ടി ജയിച്ച 2011 തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ചാരുപാറ രവിക്ക് കിട്ടിയ വോട്ട് 20,248. BJPയുടെ O രാജഗോപാലിന് 43,661 വോട്ട്. 5 വർഷം കഴിഞ്ഞപ്പോൾ UDF സ്ഥാനാർത്ഥി V സുരേന്ദ്രൻപിള്ള കിട്ടിയ വോട്ട് വെറും 13,860. കഴിഞ്ഞ തവണത്തേക്കാൾ 6,338 വോട്ടിന്റെ കുറവ്. വിജയിച്ച BJP സ്ഥാനാർത്ഥി രാജഗോപാലിന് 67,813 വോട്ടുകൾ. UDF സ്ഥാനാർത്ഥി കെട്ടിവെച്ച കാശ് പോയി 3-ാം സ്ഥാനത്ത് ആയപ്പോൾ ഉയർന്നു വന്ന ചോദ്യം, കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് എവിടെ പോയി എന്നാണ്. ഇതിനുത്തരം വളരെ ലളിതം. സ്വന്തം സ്ഥാനാർത്ഥിക്ക് കൊടുക്കേണ്ട വോട്ടുകൾ കോൺഗ്രസുകാർ രാജഗോപാലിന് നൽകി. KPCC അക്കാര്യത്തിൽ ഒരു കമ്മീഷൻ വെച്ചു. എങ്ങനെയാണ് പോയത്? ആ കമ്മീഷന്റെ ഫൈൻഡിങ് കണ്ടോണം. പരാജയ കാരണങ്ങൾ അന്വേഷിക്കാൻ ജോൺസൺ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ KPCC നിയോഗിച്ച കമ്മീഷൻ വോട്ട് കച്ചവടം പരസ്യമായി സമ്മതിച്ചു. ബൂത്ത് തലം മുതൽ വോട്ട് മറിച്ചു എന്നാണ് കമ്മീഷൻ കണ്ടെത്തിയത്. പക്ഷേ ആർക്കെതിരെയും നടപടി ഉണ്ടായില്ല. പകൽ കോൺഗ്രസ്, രാത്രി BJP എന്ന AK ആന്റണിയുടെ പ്രശസ്തമായ പ്രയോഗവും നേമം മോഡൽ വിജയത്തിന് പിന്നാലെയായിരുന്നു. തീരുമാനമെടുത്തത് മുതിർന്ന നേതാക്കൾ എന്ന് അന്ന് നേമം മണ്ഡലത്തിൽ മത്സരിക്കുകയും ഇപ്പോൾ ഇടതുപക്ഷത്തേക്ക് വരികയും ചെയ്തിരിക്കുന്ന സുരേന്ദ്രൻപിള്ള സാക്ഷി പറയുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മുന്നണി വോട്ടുകൾ ഒട്ടും ലഭിച്ചില്ല എന്ന് അന്ന് UDF സ്ഥാനാർത്ഥിയും LJD ജനറൽ സെക്രട്ടറിയുമായ V സുരേന്ദ്രൻപിള്ള ദേശാഭിമാനിയോട് പറഞ്ഞു. കോൺഗ്രസിന്റെ വോട്ടുകൾ കൂട്ടമായി BJPക്ക് മറിച്ചു. കിട്ടിയത് വ്യക്തിപരമായി ലഭിച്ച വോട്ടുകൾ മാത്രമാണ്. വോട്ട് മറിച്ചു എന്നത് വെറും ആരോപണം മാത്രമല്ല, കണക്കുകളും KPCC കമ്മീഷന്റെ കണ്ടെത്തലുകളും ഇത് ശരിവയ്ക്കുന്നു എന്നുകൂടി നിയമത്തെ മുൻനിർത്തി പറയുമ്പോൾ മുരളീധര എപ്രകാരമാണ് ഈ വോട്ടുകൾ മറിച്ചു കിട്ടുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നത് നല്ലതാണ്. അദ്ദേഹം പറഞ്ഞു, 31 വർഷം മുമ്പ് മുതൽ ഞാൻ ഈ കോലീബി സഖ്യത്തെക്കുറിച്ച് കേൾക്കുന്നു. അത് തുരുമ്പിച്ച ഒരു കാര്യമാണ്. ഇപ്പോൾ 60 കഴിഞ്ഞ ആളാണല്ലോ മുരളീധരൻ. അദ്ദേഹം അത് അറിയണം. അറിയാത്തതൊന്നുമല്ല, വെറുതെ പറയുന്നതാണ്. അങ്ങനെ വരുമ്പോൾ തുരുമ്പിച്ചതല്ല,
തുരുമ്പിക്കുമായിരുന്നു കോൺഗ്രസ് നല്ല നിലപാടെടുത്തിരുന്നുവെങ്കിൽ. കോൺഗ്രസ് അവസരവാദ നിലപാടുകൾ എടുക്കുന്നത് കൊണ്ട്, BJPയെ സഹായിക്കാൻ നടക്കുന്നത് കൊണ്ട് അത് തുരുമ്പിക്കുന്നില്ല എന്നുകൂടി മനസ്സിലാക്കാൻ ഈ നേമത്തെ അനുഭവം ഒരുപക്ഷെ മുരളീധരനെ സഹായിക്കുമെന്ന് നമുക്ക് കരുതാം. ഒരു കച്ചവടവും പക്ഷേ UDFനെ ഇത്തവണ രക്ഷിക്കില്ല. പറയുന്നത് പിണറായി വിജയനാണ്. കാണുക, അതാണ് ദേശാഭിമാനിയുടെ ലീഡ്. ഒരു കച്ചവടത്തിലൂടെയും UDF രക്ഷപ്പെടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പരസ്യമായല്ലെങ്കിലും പലതരത്തിലുള്ള സഖ്യനീക്കങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. ഏതൊക്കെ മണ്ഡലത്തിൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. ഇത് ഗൗരവമായി കാണണം. പലയിടത്തും കച്ചവടം ഉറപ്പിക്കാൻ പോകുന്നുണ്ട്. ഒരു കച്ചവടത്തിലൂടെയും നിങ്ങൾ രക്ഷപ്പെടില്ല എന്ന് മതനിരപേക്ഷ നിലപാടുള്ള എല്ലാവരും ഈ ദൃഢപ്രതിജ്ഞ എടുക്കണം. കോലീബി സഖ്യത്തെ പരാജയപ്പെടുത്താൻ നേരത്തെ ജനങ്ങൾ സ്വീകരിച്ച നിലപാട് അതായിരുന്നുവെന്നും പിണറായി ഓർമ്മിപ്പിക്കുന്നു. വടകരയിൽ തന്നെയായിരുന്നു 31 വർഷങ്ങൾക്ക് മുമ്പ് കോലീബി സഖ്യമുണ്ടായത്. അവിടെയാണ് ഇപ്പോൾ മുരളീധരൻ എത്തിയിരിക്കുന്നത്. എല്ലാം മറന്ന മുരളീധരൻ എത്തിയിരിക്കുന്നത് അമ്നേഷ്യം ബാധിച്ചതുപോലെ. എന്നാൽ ഇനിയിപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ ഒരിക്കൽ കൂടി അത് ഓർമ്മിപ്പിക്കും ചരിത്രം എന്നും മുരളീധരൻ കാണണം. മറ്റൊരു വാർത്ത ഇന്ന് ലഭിക്കുന്നത് BJPക്ക് കഷ്ടകാലമാണ് ദേശീയ തലത്തിൽ. ആ കഷ്ടകാലം എന്തുകൊണ്ടാണ് വന്നത്? BJP ഒരു വലിയ ഓഫീസ് ദില്ലിയിൽ പണിതുയർത്തി. വാസ്തു ഭീകരൻ ആ ഓഫീസിനെ ശല്യം ചെയ്യുന്നു. ഓഫീസിന്റെ കെട്ടിടത്തിന്റെ വാസ്തു മോശമാണ്. അതുകൊണ്ടാണ് ഈ ശല്യങ്ങൾ. അതുകൊണ്ട് ധാരാളം ആളുകളെ വെച്ച് അത് പരിഹരിക്കാൻ, വാസ്തുദോഷം തീർക്കാൻ ധാരാളം ജ്യോതിഷികളെയൊക്കെ വിളിക്കുന്നു. വാർത്താ മംഗളത്തിന്റെ 1-ാം പേജ് തന്നെ തരുന്നു. BJPയിലെ ആ വാസ്തുദോഷ നിവാരണത്തിനുള്ള ആ പരിപാടികളുണ്ടല്ലോ, ആ കാര്യത്തിന്റെ വാർത്ത മംഗളം 1-ാം പുറത്ത് തരുമ്പോൾ അതിങ്ങനെ: സമ്പാദ്യം അത്രയും മുടക്കി മണിമാളിക വെച്ചിട്ട് എന്താ? മനസമാധാനത്തോടെ ഒരു ദിവസമെങ്കിലും ഉറങ്ങാൻ കഴിയണ്ടേ? ഹൈടെക് പ്രചാരണവും ശത്രു സംഹാരത്തിന് ഹൈടെക് വാർ റൂമും ഒക്കെ ഉണ്ടെങ്കിലും വാസ്തുഭീതിയിലാണ് BJP കേന്ദ്ര നേതൃത്വം. അതിന് കാരണം ദില്ലിയിലെ പുതിയ ഓഫീസ് തുറന്നതിന് ശേഷം കർണാടക തെരഞ്ഞെടുപ്പ് വന്നു. നാണം കെട്ടു തോറ്റു അവിടെ BJP. പിന്നെ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വന്നു, അവിടെയും തോറ്റു നാണം കെട്ടു. ഈ സാഹചര്യത്തിൽ ആ വാസ്തു പരിശോധനയിലേക്ക് നീങ്ങുന്നു BJP എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇന്ന് പുൽവാമയിലെ ജവാന്മാരുടെ മരണത്തിന് ഉത്തരവാദി ആര്? സമാജ്വാദി പാർട്ടി നേതാവ് രാം ഗോപാൽ പറയുന്നത് അത് ഇന്ന് ഇന്ത്യയിൽ ഭരണത്തിലിരിക്കുന്ന ഉന്നതരാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത്. അതാകട്ടെ ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് സ്വന്തം സൈനികരെ കുരുതി കൊടുക്കുന്നിടത്തേക്ക് BJPയുടെ ഉന്നത നേതൃത്വം നീങ്ങി എന്ന് രാം ഗോപാൽ പറയുമ്പോൾ അവരാരൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. ആ വാർത്തയാണ് ഇന്ന് സിറാജ് എന്ന പത്രം അതിൻ്റെ ഉൾപേജിൽ തരുന്നത്. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് സഞ്ചരിക്കാം മറ്റൊരു ചെറിയ പരസ്യയുടെ വേളയ്ക്ക്. രാം ഗോപാൽ യാദവ് പറയുന്നത് ഇങ്ങനെ: പുൽവാമയിൽ CRPF ജവാന്മാരെ വോട്ടിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് രാം ഗോപാൽ ആരോപിച്ചു. വോട്ടിന് വേണ്ടി മോദി സർക്കാർ ജവാന്മാരെ കൊല്ലുകയായിരുന്നു. രാജ്യത്തെ അർദ്ധസൈനിക വിഭാഗത്തിലുള്ളവർ മോദിയുടെ ഭരണത്തിൽ നിരാശരാണ്. ജവാന്മാർ പോയ ജമ്മുവിനും ശ്രീനഗറിനുമിടയ്ക്ക് യാതൊരു സുരക്ഷാ പരിശോധനയും നടത്തിയില്ല. ചെറിയ ബസ്സുകളിലാണ് അവരെ കൊണ്ടുപോയത്. ഈ തികഞ്ഞ ഗൂഢാലോചനയുടെ ഭാഗമാണ്. പുതിയ സർക്കാർ ഭരണത്തിൽ വന്നാൽ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തും. വലിയ പേരുകളായിരിക്കും പിന്നാലെ വരാൻ പോകുന്നത് എന്നും രാം ഗോപാൽ പറഞ്ഞതായി ANI റിപ്പോർട്ട് ചെയ്തു. ഗവൺമെന്റ് മാറി വരുമ്പോൾ, പുതിയ സർക്കാർ വരുമ്പോൾ ഇത് അന്വേഷിക്കും. അന്വേഷണത്തിന്റെ ഉത്തരം വലിയ വലിയ പേരുകളായിരിക്കും എന്ന് പറയുമ്പോൾ ആ വലിയ പേരുകൾ ആരൊക്കെയാണ് എന്ന് പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാകുമെന്ന് തന്നെ കരുതാം. പ്രിയങ്കയുടെ ഗംഗായാത്ര പ്രയാഗ്രാജിൽ നിന്ന് തുടങ്ങി വാരണാസിയിൽ അവസാനിച്ച ഗംഗായാത്ര, ആ ഗംഗായാത്രയെ സംബന്ധിച്ച് അതിനെ അപമാനിക്കുന്നു സ്മൃതി ഇറാനി. വാർത്ത സിറാജ് തരുന്നു. അതിൻ്റെ അവസാന പുറത്ത് പ്രിയങ്ക ഗാന്ധി ശാസ്ത്രിയെ അപമാനിച്ചു എന്ന് സ്മൃതി ഇറാനി.
കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയെ അപമാനിച്ചുവെന്ന് സ്മൃതി. പ്രിയങ്ക കഴുത്തിലിട്ട മാല കയ്യിലെടുത്ത ശേഷം ശാസ്ത്രി പ്രതിമയെ അണിയിക്കുന്ന വീഡിയോയും സ്മൃതി ഇറാനി പങ്കുവച്ചിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി മാലയിട്ടതിന് പിന്നാലെ ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ പ്രതിമയിൽ ഗംഗാജലം തളിച്ച് BJP ശുദ്ധീകരണം നടത്തി. ഒരു സവർണ പ്രവർത്തനമാണ് ആ ശുദ്ധീകരണം എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അങ്ങനെയാണ് ആ വാർത്ത നമുക്കിന്ന് ലഭിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന്റെ ഐ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഐ ഗ്രൂപ്പിനെ പറ്റെ തകർത്ത് കളഞ്ഞു. അതുവഴി ഐ ഗ്രൂപ്പിൽ കലഹം വന്നിരിക്കുന്നു. കോഴിക്കോടാണ് കലഹം വന്നിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലാണ്, നമുക്ക് വടകര എന്നും അറിയാം. സ്ഥാനാർത്ഥി നിർണയം ഐ ഗ്രൂപ്പിൽ കലഹം. മാതൃഭൂമി വാർത്ത. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ഐ ഗ്രൂപ്പിനുള്ളിൽ പ്രതിഷേധം. യഥാർത്ഥ ഐ വിഭാഗത്തിന് അർഹമായ സീറ്റുകൾ കിട്ടിയില്ല എന്നാണ് ഗ്രൂപ്പിനുള്ളിലെ വികാരം. അതിനൊപ്പം തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന വയനാട് ലോക്സഭാ മണ്ഡലം എ ഗ്രൂപ്പിന് വിട്ടു നൽകേണ്ടിയും വന്നു. ആ കാര്യമൊന്നും പിടിച്ചു നിർത്താൻ ഞങ്ങളുടെ നേതാവ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞുമില്ല എന്ന ആക്ഷേപവും അവർ പറയുന്നു. ഐ ഗ്രൂപ്പ് നേതാക്കൾ രഹസ്യയോഗം ചേർന്നു. ആ നിലയ്ക്ക് എത്തി കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക്. തെരഞ്ഞെടുപ്പ് അംഗത്തിലെ സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങിയപ്പോൾ കോഴിക്കോട് കോൺഗ്രസ് ഐ ഗ്രൂപ്പിന്റെ പ്രതിഷേധ യോഗം. വയനാട് സീറ്റ് എ ഗ്രൂപ്പിന് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് KPCC ജനറൽ സെക്രട്ടറി N സുബ്രഹ്മണ്യത്തിന്റെ നേതൃത്വത്തിൽ യൂത്ത് ഹോസ്റ്റലിൽ രഹസ്യയോഗം ചേർന്നത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. ജേക്കബ് തോമസിലെ പഴയ മഞ്ഞക്കാടും ചുവപ്പുകാടിന്റെയും ഒക്കെ ആൾ, അദ്ദേഹം 2020 സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു. ജേക്കബ് തോമസ് IPS. സസ്പെൻഷനിലുള്ള DGP ജേക്കബ് തോമസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ച ഒരു തമാശ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ന് മാധ്യമം അതിൻ്റെ ഒന്നാം പുറത്ത് ഒരു വാർത്ത നമുക്ക് തരുന്നു. വിമാനത്താവളങ്ങളിലെ നെറ്റ്വർക്ക് കണക്ടിവിറ്റി റിലയൻസിന് എന്നാണ് ആ വാർത്ത നമ്മോട് പറയുന്നത്. പ്രധാനമന്ത്രിയുടെ പടം വെച്ച് മുകേഷ് അംബാനി ജിയോയുടെ പരസ്യം ചെയ്തത് ഓർമ്മയിലെ എല്ലാ പത്രങ്ങളിലും ഉണ്ടായിരുന്നു. അതിന് പ്രതിഫലം അംബാനിക്ക് കിട്ടുന്നു. അതിങ്ങനെ K. പരമേശ്വരൻ ആ വാർത്ത മാധ്യമത്തിൽ തരുന്നു. ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന്, പഞ്ചായത്ത് വില്ലേജ് ഓഫീസുകളിൽ നിന്നും കുടിയിറക്കപ്പെട്ടതിന് പിന്നാലെ രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ നിന്ന് BSNL പുറത്താക്കപ്പെട്ടു. 112 വിമാനത്താവളങ്ങളിലെയും നെറ്റ്വർക്ക് കണക്ടിവിറ്റി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ റിലയൻസ് ജിയോയ്ക്ക് കൈമാറിയിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ പീഡനം നടന്നിരിക്കുന്നു എന്ന് പീഡനത്തിന് വിധേയയായ യുവതി പറഞ്ഞിരിക്കുന്നു. വാർത്ത മാതൃഭൂമി ഒന്നാം പുറത്ത്. CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ പീഡനം നടന്നുവെന്ന് യുവതിയുടെ പരാതി. ചേർപ്പുളശ്ശേരി സ്വദേശിയുടെ പേരിൽ കേസെടുത്തു. നവജാത ശിശുവിനെ ഉപേക്ഷിച്ചതിന് പരാതിക്കാരിയുടെ പേരിലും കേസ്. CPM ചേർപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ പീഡിപ്പിക്കപ്പെട്ട് ഗർഭിണിയായെന്ന യുവതിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. നവജാത ശിശുവിനെ ഉപേക്ഷിച്ചതിനും പരാതിക്കാരിയുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ചേർപ്പുളശ്ശേരി സ്വദേശിയായ പ്രകാശൻ എന്ന യുവാവിനെതിരെ ബലാത്സംഗ കുറ്റത്തിനാണ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് യുവതിക്കെതിരെ കേസെടുത്തത്. 10 മാസം മുമ്പുള്ള സംഭവമായതിനാൽ പരാതിയിലെ കാര്യങ്ങളെല്ലാം സത്യമാണോ എന്നറിയാനുള്ള പ്രാഥമിക അന്വേഷണം തുടങ്ങിയതായി ചേർപ്പുളശ്ശേരി CI P. പ്രമോദ് പറഞ്ഞിരിക്കുന്നു എന്നും ഈ വാർത്ത പറയുന്നു. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. ഇന്ന് NS മാധവൻ അദ്ദേഹത്തിൻ്റെ മനോരമയിലെ തത്സമയം എന്ന പങ്ക്തിയിൽ വേറിട്ടൊരു ജസീന്ത എന്ന ശീർഷകത്തിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ജസീന്ത എന്ന 38 വയസ്സുകാരിയായ ന്യൂസിലൻഡിലെ പ്രധാനമന്ത്രി എങ്ങനെയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് വ്യത്യസ്തയാകുന്നത്? കാണുക. തീവ്രമായ മുസ്ലിം വിരോധവും വെളുത്തവരുടെ അതീശവാദവും പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ, പ്രത്യേകിച്ച് ജർമ്മനി, ഫ്രാൻസ്, US, റഷ്യ തുടങ്ങിയ നാടുകളിൽ വലതുപക്ഷങ്ങളെ ബാധിച്ചിരിക്കുന്ന കാലമാണിത്. ഈ പ്രശ്നത്തിലാണ് ന്യൂസിലൻഡിലെ പ്രധാനമന്ത്രി ജസീന്ത അർഡേന കാണേണ്ടത്. ക്രൈസ്റ്റ് ചർച്ച് സംഭവത്തിന് ശേഷം ജസീന്ത അർഡേന പതിവ് ശൈലി അനുസരിച്ച് എന്നെ നടുക്കി എന്നോ മറ്റോ
പറയാമായിരുന്നു. പക്ഷേ അവർ അർത്ഥസംഖ്യക്കിടയില്ലാതെ ട്വീറ്റ് ചെയ്തു. ഈ സംഭവത്തിൽ ഇരയായവരിൽ മിക്കവരും കുടിയേറ്റ സമൂഹങ്ങളിൽ നിന്നുള്ളവരാണ്. ന്യൂസിലൻഡ് അവരുടെ വീടാണ്. അവർ നമ്മൾ തന്നെയാണ്. കൊലയാളി നമ്മളിൽപ്പെട്ടതല്ലെന്ന് പറയാൻ അവർ മറന്നില്ല. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആർഡേൺ പ്രകടിപ്പിച്ചത് ഭിന്ന സംസ്കാരങ്ങളുള്ള ആദരവാണ്. സഹാനുഭൂതിയുടെ പ്രതീകമായി തങ്ങളുടെ പ്രധാനമന്ത്രി ഉയർന്നപ്പോൾ ന്യൂസിലൻഡിലെ ജനതയും അവർക്കൊപ്പം കൈകോർത്തു. ക്രൈസ്റ്റ് ചർച്ച് സംഭവത്തിലെ ഇരകൾക്ക് വേണ്ടിയുള്ള സഹായ നിധികളിലേക്ക് സംഭാവനകൾ പ്രവഹിക്കുന്നു. ശരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് കാണണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഇന്നത്തെ ചിത്രം. വേനൽ കടുക്കുകയാണ്, വെള്ളം വറ്റുകയാണ്, പക്ഷികൾക്കും ജലക്ഷാമം വരുന്നു. അവ എന്തു ചെയ്യും? ഈ ചിത്രം കാണുക. ഇത് തിരുവനന്തപുരം വലിയ തുറയിൽ നിന്നുള്ള ദൃശ്യമാണ്. കുടത്തിൽ നിന്ന് ഒരു ഇറ്റു വെള്ളത്തിന് പോരടിക്കുന്ന കാക്കകളുടെ ദൃശ്യം മാതൃഭൂമി നഗരപുറം നമുക്ക് തരുന്നു. ഈ ദൃശ്യത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് വീക്കെൻഡ്. ഗുഡ് ബൈ.